ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ RRB JEE ടയർ 2 എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉള്ള ടെക്നിക്കൽ സെക്ഷൻ ആണ്. അതായത് നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. സോ നമുക്കറിയാം RRB JEE ടയർ 1ഉം ടയർ 2 എക്സാംസും ആണുള്ളത്. ടയർ 1 എക്സാം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ടയർ 2ലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ എക്സാം മാത്രമാണ്. സോ അതനുസരിച്ച് ടയർ 1നെ പ്രിപ്പയർ ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ടയർ 2ലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ടയർ 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ആണ്. സോ ടെക്നിക്കലിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വിൽ സ്റ്റാർട്ട് ദ സെഷൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് നമ്മുടെ RRB JEE, അതുപോലെ തന്നെ ISRO എക്സാംസ്, അതുപോലെ തന്നെ നമ്മുടെ ESC ഗേറ്റ് എന്നൊക്കെ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരാനും ചാൻസ് ഉള്ള കുറച്ച് എക്സാംസ് ആണ്. സോ വിൽ ലുക്ക്. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a hanger is made up of 2 bars of different sizes. Each bar has a square cross section. A hanger is loaded by 3 point loads in the mid vertical plane as shown in figure. Ignore the self weight of the hanger. What is the maximum tensile stress in Newton per mm square anywhere in the hanger without considering stress concentration effect? അതായത് നമുക്ക് ഒരു ഹാങ്ങർ ഉണ്ട്. ആ ഹാങ്ങർ ഇതുപോലെ 2 ബാർസ് വെച്ചിട്ടായിട്ട് കാണിച്ചിരിക്കുന്ന 100 mm പിന്നെ അതിനുശേഷം 50 mm ഉള്ള 2 സൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണ് ഉള്ളത്. മാത്രമല്ല ഇതിനകത്ത് 3 പോയിന്റ് ലോഡ്സ് ഉണ്ട്. അതായത് 2 100ഉം ഒരു 50 താഴേക്ക് 3 പോയിന്റ് ലോഡ്സ് ഉണ്ട്. ഇഗ്നോർ ദ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഹാങ്ങർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹാങ്ങറിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്യാവുന്ന മാക്സിമം ടെൻസൈൽ സ്ട്രെസ് എത്രയാണ് ഇൻ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ആൻസേഴ്സ് അറിയാവുന്നവർ കമന്റ് ചെയ്യാം. കമന്റ് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് സ്ട്രെസ് എടുക്കാം. ആദ്യത്തെ സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് യു ക്യാൻ കൺസിഡർ ഏത് പോയിന്റ്, അതായത് നമുക്ക് ഒന്നെങ്കിൽ ഈ പറഞ്ഞ 100ഉം 250യും കൂടി വരുന്നത്, അതായത് നമുക്ക് ഇതിന്റെ മൂന്നും കൂടി ഇഫക്റ്റ് വരുന്നത്. അതായത് ഇവിടെ ഒരു സെക്ഷൻ എടുത്ത് ഫസ്റ്റ് സെക്ഷൻ ഞാൻ എന്താ ഇത് മുകളിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 250 ആണ്. 100 പിന്നെ ഇവിടെ 50 ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സിഗ്മ 1 എന്ന് പറഞ്ഞാൽ എന്താ ഈ മാർക്ക് ചെയ്തേക്കുന്ന സെക്ഷനിൽ എടുക്കുകയാണ്. സോ സിഗ്മ 1 ഇസ് ഈക്വൽ ടു, നമുക്കറിയാം സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്താണ്? ലോഡ് ബൈ ഏരിയ ആണ്. സോ ലോഡ് ഇസ് ഈക്വൽ ടു 250 അല്ലേ. സോ 250 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ എത്ര ആണ് നമുക്ക് അവിടെ വരും? ഏരിയ നമുക്ക് ഇവിടെ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സൈസ് 100 ആണ്. സോ 100/100, 250 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. ഇതാണ് നമ്മുടെ സ്ട്രെസ് വരും. സോ സിഗ്മ 1 എന്ന് പറഞ്ഞ സ്ട്രെസ് നമുക്ക് കിട്ടും. അപ്പൊ ആദ്യത്തെ സെക്ഷൻ എടുത്തപ്പോൾ നമ്മൾ 3 ലോഡും കൂടെ കൺസിഡർ ചെയ്ത് എഴുതുന്ന സ്ട്രെസ് വാല്യൂ ആണ് സിഗ്മ 1 എന്ന് പറഞ്ഞത്. സോ ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് 10⁻⁴, അപ്പൊ നമുക്ക് 25 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് വരും സിഗ്മ 1ന്റെ വാല്യൂ. ഇനി അഗെയിൻ കൺസിഡറിങ് സിഗ്മ 2 ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എവിടെ എടുക്കണം? ഇവിടെ താഴെ എടുത്താൽ മതി അല്ലേ, ഇവിടുത്തെ സെക്ഷൻ എടുത്താൽ മതി. അപ്പൊ എന്ത് മാത്രമേ നമുക്ക് അവിടെ ലോഡ് വരത്തുള്ളൂ? അവിടെ നമുക്ക് 50 എന്ന് പറയുന്ന ഒരു ലോഡ് മാത്രമേ വരത്തുള്ളൂ. സോ സിഗ്മ 2 ഇസ് ഈക്വൽ ടു 50 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ അവിടുത്തെ സൈസ് 50 ഇൻറ്റു 50. സോ എത്ര വരും നമുക്ക് ആൻസർ? 20 വരും അല്ലേ. സോ മാക്സിമം സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് രണ്ടിലെ മാക്സിമം വാല്യൂ എത്ര വരെ? 25. ഓപ്ഷൻ ബി 25 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. സിമ്പിൾ ആണ്, ജസ്റ്റ് സ്ട്രെസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി, വേറെ ഒന്നും കണ്ടുപിടിക്കേണ്ട. നമ്മുടെ എൻട്രിയുടെ RRB കോഴ്സ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോമന്റ് സെക്ഷനിൽ യു ക്യാൻ സീ എ ഫോം. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അതുപോലെ തന്നെ LSDD AEക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ LSDD AEക്ക് വേണ്ടി ഒരു സിവിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ
മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി 25 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് അണ്ടർ കംപ്രഷൻ ഇസ് ഡിഫൈൻഡ് ആസ്, അതായത് ക്രീപ്പ് എന്താണെന്നുള്ളതാണ്. ഇൻക്രീസ് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെയിൻ അണ്ടർ കോൺസ്റ്റന്റ് സ്ട്രെസ്, increase in magnitude of stress under constant strain, decrease in magnitude of strain under constant stress, decrease in magnitude of stress under constant strain. അപ്പൊ എന്താണ് ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ക്രീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം ഇൻക്രീസ് ഇൻ സ്ട്രെയിൻ ആണ്. അപ്പൊ പക്ഷെ അത് ഡിക്രീസ് എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പൊ രണ്ടും സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്രീപ്പ് എന്താണെന്നുള്ളതാണ്. അപ്പൊ എന്താണ് അത്? ആക്ച്വലി ഇൻക്രീസ് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെയിൻ ആണ്. under constant stress. Option A. A ആണ് correct answer. Next question നോക്കാം. If in cement concrete mixed design with increase in water cement ratio, which one of the following statement is true? നമുക്ക് സിമെന്റ് കോൺക്രീറ്റിന്റെ മിക്സ് ഡിസൈനകത്ത് വാട്ടർ സിമെന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് നോക്കാം. കംപ്രസീവ് സ്ട്രെങ്ത് ഡിക്രീസസ് ബട്ട് വർക്കബിലിറ്റി ഇൻക്രീസസ്, കംപ്രസീവ് സ്ട്രെങ്ത് ഇൻക്രീസസ് ബട്ട് വർക്കബിലിറ്റി ഡിക്രീസസ്, both compressive strength and workability increases, both compressive strength and workability decreases, increases. വാട്ടർ സിമെന്റ് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. യെസ്, വാട്ടർ സിമെന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നത്? കംപ്രസീവ് സ്ട്രെങ്ത് കുറയും ബട്ട് വർക്കബിലിറ്റി ഇൻക്രീസസ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ സോയിൽ ഇസ് 2.60. 2.6 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. The soil is at 50% degree of saturation with a water content of 15%. Degree of saturation തന്നിട്ടുണ്ട്, water content തന്നിട്ടുണ്ട്. You have to find out the void ratio of the soil. ജിയോടെക്നിക്കലിന് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, 50% സാച്ചുറേഷൻ വിത്ത് എ വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാച്ചുറേഷൻ എടുത്ത് പറഞ്ഞുകൊണ്ട് സാച്ചുറേഷനും വാട്ടർ കണ്ടന്റും തമ്മിൽ നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ദെൻ വാട്ട് ഇസ് എ വോയിഡ് റേഷ്യോ എന്നുള്ളതാണ് ചോദ്യം. കമന്റ് ചെയ്യാം ആൻസേഴ്സ്. വാട്ട് ഇസ് ഇക്വേഷൻ? നമുക്ക് വാട്ടർ കണ്ടന്റും സ്പെസിഫിക് ഗ്രാവിറ്റിയും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്താണ്? SC = GW എന്ന് പറയുന്ന റിലേഷൻ ആണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. എത്രയാണ്? 50% ആണ്, അതായത് 0.5. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വോയിഡ് റേഷ്യോ. സോ 0.5 ഇൻറ്റു ഇ = ജിയുടെ വാല്യൂ എത്രയാണ്? 2.60 ഇൻറ്റു വാട്ടർ കണ്ടന്റ് എത്രയാണ്? 15% ആണ്. സോ യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു ഡെസിമൽ 0.15. സോ ഇ കാൽക്കുലേറ്റ് ചെയ്യാം. 2.60 ഇൻറ്റു 0.15 ഡിവൈഡ് ബൈ 0.5. ചെയ്തു വരുമ്പോൾ you will get the answer as 0.78. ഓപ്ഷൻ ബി 0.78 എന്നുള്ള ആൻസർ വരും. ഈ റിലേഷൻ വെച്ചിട്ട് ഒത്തിരി പ്രോബ്ലം ചോദിക്കാറുണ്ട്. SC = GW എന്ന് പറയുന്ന റിലേഷൻ. അത് ഓർത്ത് വെക്കുക. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. Next question നോക്കാം. A possible slope failure is shown in figure. Thus 3 soil samples are taken from different locations 1, 2 and 3. Slope failure ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ സോയിൽ സാമ്പിൾ പറഞ്ഞിരിക്കുന്ന പോലെ 1, 2, 3 3 ലൊക്കേഷൻസ് നിന്ന് എടുത്തിട്ടുണ്ട്. What is the most appropriate shear strength test for each of the sample to identify the failure mechanism? അതായത് നമുക്ക് ഫെയിലിയർ മെക്കാനിസം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 1, 2, 3 എന്ന് പറയുന്ന ഈ 3 സാമ്പിൾസ് എടുത്ത സാമ്പിൾസ് ഉണ്ടല്ലോ, അതിന് പറ്റിയ ഷിയർ സ്ട്രെങ്ത് ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രയാക്സൽ കംപ്രഷൻ ടെസ്റ്റ്, ക്യൂബ് ട്രയാക്സൽ എക്സ്റ്റൻഷൻ ടെസ്റ്റ്,
R direct shear or shear box test, S vein shear test. അപ്പോൾ ഫെയിലിയർ പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്. സോയിൽ സാമ്പിൾ എടുത്തിരിക്കുന്നത് 1, 2, 3. അപ്പോൾ 1ന് പറ്റിയ ടെസ്റ്റ് P ആണോ, Q ആണോ, R ആണോ, S ആണോ, അതുപോലെ 2ന് പറ്റിയത് ഏതാണ് എന്ന് മാച്ച് ചെയ്യാൻ ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. So the answer will be 1 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നമ്മുടെ ടോപ്പ് ഭാഗത്ത് 1S ഏതാണ്, 1S Q ട്രയാക്സൽ എക്സ്റ്റൻഷൻ ടെസ്റ്റ്. 2 എന്ന് പറയുന്നത് നമുക്ക് വെയിൻ ഷിയർ ടെസ്റ്റിലേക്ക്, നമ്മുടെ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് അല്ലെങ്കിൽ ഷിയർ ബോക്സ് ടെസ്റ്റിലേക്ക് പോകണം. ആൻഡ് തേർഡ് 1 ഇസ് ട്രയാക്സൽ കംപ്രഷൻ ടെസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എന്ത് വരും, 1Q 2R ആൻഡ് 3P എന്ന് വരും. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇനി റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസസ് ഉള്ളതാണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഗേറ്റ് എക്സാമിന് ഒരു തവണ ചോദിച്ചു, പിന്നെ റിപ്പീറ്റ് ചെയ്ത് വേറെ സ്റ്റേറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജിയോ ടെക്നിക്കലി തന്നെ നമ്മൾ സ്റ്റോപ്പ് ഫെയിലിയറിനകത്ത് പഠിക്കുന്നതാണ്. ഓരോ സ്ഥലത്ത് നടക്കുന്ന സാമ്പിളിന് ഏത് ഷിയർ സ്ട്രെങ്ത് ടെസ്റ്റ് ആയിരിക്കും സ്യൂട്ടബിൾ. അപ്പോൾ അത് നോക്കി പഠിച്ചാൽ ഓക്കെ ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിത്ത് റെഫറൻസ് ടു ദ കോമ്പാക്ഷൻ ടെസ്റ്റ് കണ്ടക്ടഡ് ഓൺ സോയിൽസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ്. കോമ്പാക്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്? Peak point of the compaction curve gives maximum dry density, dry unit weight and optimum moisture content. അതായത് കോമ്പാക്ഷൻ കർവിന്റെ പീക്ക് പോയിന്റ് എന്ന് പറയാൻ നമുക്ക് മാക്സിമം ഡ്രൈ യൂണിറ്റ് വെയിറ്റും ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റും തരും എന്നാണ് പറയുന്നത്. Then with the increase in the compaction effort, maximum dry density increases. കോമ്പാക്ഷൻ എഫേർട്ട് കൂടുന്നതിനനുസരിച്ച് ഡ്രൈ ഡെൻസിറ്റി വാല്യൂ ഇൻക്രീസ് ചെയ്യും. With increase in compaction effort, optimum moisture content decreases. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആകട്ടെ ഡിക്രീസ് ചെയ്യും. കോമ്പാക്ഷൻ കർവ് ക്രോസസ് ദ സീറോ എയർ വോയിഡ്സ് ലൈൻ. സീറോ എയർ വോയിഡ് ലൈൻസിനെ ക്രോസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ കോമ്പാക്ഷൻ കർവ് എന്ന് പറഞ്ഞാൽ വിൽ ബി ലൈക്ക് ദിസ് അല്ലെ. ഇവിടെ ഡ്രൈ ഡെൻസിറ്റി വരും, ഇവിടെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് വരും. അപ്പൊ പീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഇവിടെ കിട്ടും. ആ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ OMC നമുക്ക് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. വിത്ത് ഇൻക്രീസ് ഇൻ കോമ്പാക്ഷൻ എഫേർട്ട് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസസ്. നമ്മൾ കോമ്പാക്ഷൻ എഫേർട്ട് കൂടുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കർവ് ഇങ്ങനെയാണ് ഷിഫ്റ്റ് ആവുക. അതായത് നമുക്ക് ഇവിടെ ആയിരിക്കും പീക്ക് വരിക, അതായത് ഡ്രൈ ഡെൻസിറ്റി മാക്സിമം വീണ്ടും കൂടും. അതും കറക്റ്റ് ആണ്. മൂന്നാമത്തെ വിത്ത് ഇൻക്രീസ് ഇൻ കോമ്പാക്ഷൻ എഫേർട്ട് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഡിക്രീസസ്. നോക്കിക്കേ, ഇവിടെ പീക്ക് ഇവിടെയാണ് വന്നത്, ഇവിടെയാണ് നമ്മുടെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ലൈ ചെയ്യുന്നത്. സെക്കൻഡ് കർവ് കുറച്ചുകൂടെ മുകളിൽ വരുന്നതുകൊണ്ട് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് വാല്യൂ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ തേർഡ് പോയിന്റ് ഇസ് ഓൾസോ കറക്റ്റ്. കോമ്പാക്ഷൻ കർവ് ക്രോസസ് ദ സീറോ എയർ വോയിഡ് ലൈൻസ്. അതാണ് മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത്. സീറോ എയർ വോയിഡ് ലൈൻസ് ക്രോസ് ചെയ്യാറില്ല, അതിങ്ങനെ രണ്ടായിട്ടാണ് പോവാറ്. ഒരിക്കലും ഇങ്ങനെ ക്രോസ് ചെയ്ത് നമുക്ക് കിട്ടത്തില്ല. സോ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഡി ആണ് തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന. ബാക്കി 3 ഓപ്ഷൻസും എന്ത് തന്നെയാണ്, കറക്റ്റ് ആണ്. കോമ്പാക്ഷൻ കർവിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ബാക്കി 3 ഓപ്ഷൻസും വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് കറക്റ്റ്. ആകെ ലാസ്റ്റ് 1 ആണ് നമുക്ക് തെറ്റ് ആയിട്ടുള്ളത്. കോമ്പാക്ഷൻ കർവ് ക്രോസസ് ദ സീറോ എയർ വോയിഡ്സ് ലൈൻ എന്ന് പറയും. So your answer is option D. കോമ്പാക്ഷൻ കർവിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് കോമ്പാക്ഷൻ എഫേർട്ട് കൂടുമ്പോഴത്തേക്ക് കർവ് മുകളിലാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇവിടെ ഓപ്ഷൻ ബിയും സിയും കറക്റ്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. A uniformly distributed line load of 500 kilonewton per meter is acting on a ground surface. ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലൈൻ ലോഡ് ഉണ്ട്. അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് 500 kilonewton per meter ആണ്. അത് ഗ്രൗണ്ട് സർഫസിൽ ആക്ട് ചെയ്യുന്നു. Based on Boussinesq's theory, the ratio of vertical stress at a depth of 2 meter to that of 4 meter right below the line of 40. അതായത് ലൈൻ ഓഫ് ലോഡിങ്. ഈ ലോഡിങ്ങിന്റെ നേരെ താഴെ, വിച്ച് മീൻസ് നമുക്ക് 6 എന്ന് പറയുന്ന ടേം റേഡിയൽ ഡിസ്റ്റൻസ് ഇല്ല, ഇതിന്റെ നേരെ താഴെ വരുന്ന പോയിന്റ് ഡെപ്ത് 2 മീറ്ററിലും അതുപോലെ തന്നെ 4 മീറ്ററിലുമുള്ള സ്ട്രെസ്, വെർട്ടിക്കൽ സ്ട്രെസ്സിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ബൗസിനെക്സ് തിയറി പ്രകാരമുള്ള. സോ ബൗസിനെക്സ് തിയറി പ്രകാരം നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. എന്താണ് നമ്മുടെ ഇക്വേഷൻ? 2Q എന്ന് പറഞ്ഞാൽ ലൈൻ ലോഡാണ്. പൈസ് ഡിവൈഡ് ബൈ പൈ സി. പൈ സി എന്ന് പറഞ്ഞാൽ സി ഇസ് ദ ഡെപ്ത് ബിലോ ദ 40 ഇൻറ്റു 1/1 പ്ലസ്
ആർ ബൈ സെഡ് അങ്ങനെ എന്തെങ്കിലും ആറായിട്ട് പഠിച്ചവർ ആറായിട്ട് പഠിക്കുക. ആർ ബൈ സി ദ ഹോൾ സ്ക്വയർ ആർ ബൈ സി ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇല്ല, ബിക്കോസ് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇല്ല, ബിക്കോസ് നമുക്ക് റേഡിയലി ഉള്ള ഡിസ്റ്റൻസ് പറയുന്നില്ല, ജസ്റ്റ് ബിലോ ദ ലോഡിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് എന്താണ് സി എന്ന് പറയുന്ന ഡെപ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടേമിൽ ആർ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ 0 ആയി പോകും. സോ ദിസ് 1 itself 1 plus 1 by divided by 1 plus r 0 and 1 plus 0 എന്ന് വരും. സോ ദിസ് ടേം ഇസ് 1. അപ്പൊ ഈ ടേമിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇവിടെ വാട്ട് എവർ ഇറ്റ് ഇസ് നമുക്ക് അത് തെറ്റത്തില്ല, ബിക്കോസ് അതിന്റെ ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സിഗ്മ അറ്റ് 2 മീറ്റർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സിഗ്മ അറ്റ് 4 മീറ്റർ. ഇതിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? റേഷ്യോ അറ്റ് 2 മീറ്റർ ആൻഡ് 4 മീറ്റർ. നമുക്ക് എന്ത് വരും? 2q by പൈ ഇൻറ്റു 2 വരും. ഇവിടെ എന്ത് വരും? 2q by പൈ ഇൻറ്റു 4. ജസ്റ്റ് റേഷ്യോ എടുത്താൽ മതി. സോ എന്ത് വരും? ഡിനോമിനേറ്റർ ആയതുകൊണ്ട് സിഗ്മ ഓഫ് 2 ഡിവൈഡ് ബൈ സിഗ്മ 4 ഇസ് ഈക്വൽ ടു 4 by 2 വിച്ച് ഇസ് ഈക്വൽ ടു 2.5 കൊണ്ട് തിരിഞ്ഞു പോകരുത്. ആൻസർ ഇസ് ഓപ്ഷൻ സി 2 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ലൈൻ ലോഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചത്. ഓപ്ഷൻ സി 2 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഗ്രൂപ്പ് 1 ലിസ്റ്റ് ദ ടൈപ്പ് ഓഫ് ഗെയിൻ ഓർ ലോസ് ഓഫ് സ്ട്രെങ്ത് ഇൻ സോയിൽ. ഗ്രൂപ്പ് 2 ലിസ്റ്റ് ദ പ്രോപ്പർട്ടി ഓഫ് പ്രോസസ് റെസ്പോൺസിബിൾ ഫോർ ദ ലോസ് ഓർ ഗെയിൻ ഓഫ് സ്ട്രെങ്ത് ഇൻ സോയിൽ. അതായത് നമുക്ക് ഒന്നെങ്കിൽ സോയിലിന്റെ സ്ട്രെങ്ത് ലോസ് ആവുന്ന അല്ലെങ്കിൽ ഗെയിൻ ആവുന്ന കാര്യങ്ങളാണ് ഗ്രൂപ്പ് 1 പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് 2 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോസസ്സിന്റെ പേര് രണ്ടും ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യണം. അപ്പൊ ആദ്യത്തെ റീഗെയിൻ ഓഫ് സ്ട്രെങ്ത് വിത്ത് ടൈം, ലോസ് ഓഫ് സ്ട്രെങ്ത് ഡ്യൂ ടു സൈക്ലിക് ലോഡിംഗ്, ലോസ് ഓഫ് സ്ട്രെങ്ത് ഡ്യൂ ടു അപ്വേർഡ് സീപ്പേജ്, ലോസ് ഓഫ് സ്ട്രെങ്ത് ഡ്യൂ ടു റീമോൾഡിംഗ്. ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് 2 പറഞ്ഞിരിക്കുന്ന ബോയിലിംഗ്, ലിക്വിഫാക്ഷൻ, തിക്സോട്രോപ്പി, സെൻസിറ്റിവിറ്റി. എളുപ്പമുള്ള ചോദ്യമാണ്. ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കൂ. ഓക്കെ, റീഗെയിൻ ഓഫ് സ്ട്രെങ്ത് വിത്ത് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ദാറ്റ് തിക്സോട്രോപ്പി ആണെന്ന് അറിയാം. അപ്പൊ ആദ്യത്തത് T3 ആണ് വേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? എയും ഡിയും അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ബിയിലും സിയിലും മാത്രമേ ടൈ വരത്തുള്ളൂ. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലോസ് ഓഫ് സ്ട്രെങ്ത് ഡ്യൂ ടു സൈക്ലിക് ലോഡിംഗ്. സൈക്ലിക് ലോഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് അറിയാം? ലിക്വിഫാക്ഷൻ ആണെന്ന് അറിയാം. അപ്പൊ തന്നെ ഓപ്ഷൻ സിയിലേക്ക് പോകാം. എന്നാലും ബാക്കിയും കൂടെ നോക്കാം. ലോസ് ഓഫ് സ്ട്രെങ്ത് ഡ്യൂ ടു അപ്വേർഡ് സീപ്പേജ് എന്താണത്? ബോയിലിംഗ് ആണ്, നമുക്കറിയാം. ദെൻ ലോസ് ഓഫ് സ്ട്രെങ്ത് ഡ്യൂ ടു റീമോൾഡിംഗ്, സെൻസിറ്റിവിറ്റി ആണ്. അപ്പൊ S4 ആണ്. S4 പോയി കഴിഞ്ഞാൽ ക്യൂലും ആറിലും ആണ് നമുക്ക് ആ ഒരു ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യേണ്ടത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ് വരിക. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള മാത്ത് ഫോളോയിങ് ആണ്. ഓപ്ഷൻ സി, ബി അല്ല സി ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A simply supported beam is subjected to a UDL. Which one of the following statement is correct? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, നമ്മുടെ നോർമലി ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം. അതിനകത്ത് UDL ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് ശ്രദ്ധിക്കാം. അതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, മാക്സിമം ഓർ മിനിമം ഷിയർ ഫോഴ്സ് occurs where curvature is 0. curvature 0 ആവുന്നിടത്താണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം ഷിയർ ഫോഴ്സ് ഉണ്ടാകുന്നത്. മാക്സിമം ഓർ മിനിമം ബെൻഡിങ് മൊമെന്റ് occurs where shear force is 0. ഷിയർ ഫോഴ്സ് 0 ആവുന്ന സ്ഥലത്താണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. മാക്സിമം ഓർ മിനിമം ബെൻഡിങ് മൊമെന്റ് occurs where curvature is 0. curvature 0 ആവുന്നിടത്താണ് മാക്സിമം ഓർ മിനിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആൻഡ് മാക്സിമം ഷിയർ ഫോഴ്സ് occurs at the same section. സെയിം സെക്ഷനിലാണ് മാക്സിമം ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ഒക്കെ അറിയുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് വരിക? സിമ്പിൾ ചോദ്യമാണ്. ജസ്റ്റ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ UDL മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. You have to tell which of the statement is true. പറഞ്ഞോളൂ.
ഇവിടെയാണ് നമുക്ക് മാക്സിമം അല്ലെങ്കിൽ മിനിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നത്. occurs where shear force is 0. Option B. shear force 0 ആവുന്നിടത്താണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് അല്ല മാക്സിമം അല്ലെ മിനിമം ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, സ്ട്രിപ്പ് ഫൂട്ടിംഗ് എളുപ്പമുള്ള ചോദ്യമായിരുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രിപ്പ് ഫൂട്ടിംഗ് is resting on a ground surface of a pure clay bed having an undrained cohesion CU. ഒരു സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്, ഗ്രൗണ്ട് സർഫസിലാണ്, പ്യോർ ക്ലേ ബെഡ് ആണ്, അവിടെയുള്ള അൺട്രെയിൻഡ് കോഹഷന്റെ വാല്യൂ CU ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഫൂട്ടിംഗ്? ഫൂട്ടിങ്ങിന്റെ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ ഈ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങും. അതായത് സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഇസ് റെസ്റ്റിംഗ് ഓൺ എ ഗ്രൗണ്ട് സർഫസ്. ഗ്രൗണ്ട് സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് അഥവാ നമ്മൾ DF എന്ന് പറയുന്ന ടേമിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ DF ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ആണ്. അപ്പൊ നമുക്ക് QU ഇസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ ഇക്വേഷൻ? CNC പ്ലസ് QNQ പ്ലസ് 0.5 ഗാമ BN ഗാമ. ഇതിനകത്ത് NQ എന്ന് പറയുന്ന ടേം കാണത്തില്ല, ബിക്കോസ് നമുക്ക് NQ അതായത് Q എന്ന് പറഞ്ഞാൽ ഗാമ DF ആണ്. അപ്പൊ ഗാമ DF DF 0 ആണ്. വേറെ Q ഇസ് എന്താണ് നമുക്കറിയാം ഗാമ ഇൻറ്റു DF ആണ്. അപ്പൊ DF 0 ആണെങ്കിൽ ഈ ടേം എന്തായി പോകും? 0 ആയി പോകും. ഓക്കെ, ഇനി 0.5 ഗാമ BN ഗാമ നമുക്കറിയാം എന്താണ്? സ്ട്രിപ്പ് ഫൂട്ടിംഗ് സർഫസ് പ്യുവർ ക്ലേ ബെഡ് ആണ്. അപ്പൊ അവിടെ നമുക്ക് അൺട്രെയിൻഡ് കോഹഷന്റെ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. സോ ദിസ് ടേം വിൽ ഓൾസോ ബി 0 ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ NQന്റെ വാല്യൂ 1 ആണ്. NQന്റെ വാല്യൂ ഇൻ കേസ് 1 ആണെങ്കിലും ഇവിടെ Qന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഗാമ ഇൻറ്റു DF കൊടുക്കുന്നതിൽ DF 0 ആയതുകൊണ്ട് എന്ത് വന്നു? ഈ ടേം 0 ആയിപ്പോയി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അതായത് പ്യുവർലി ക്വസീവ് വരുമ്പോൾ നമുക്ക് NQന്റെ വാല്യൂ 1ഉം N ഗാമയുടെ വാല്യൂ 0 ആണ് വരിക. അപ്പൊ NQ 1 ആണെങ്കിൽ എന്ത് വരും? Q ഇൻറ്റു NQന്റെ വാല്യൂ 1 വരും. പക്ഷെ Q കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഗാമ ഇൻറ്റു DF വെച്ചിട്ടാണ്. DFന്റെ വാല്യൂ എന്താണ്? സർഫസിലായതുകൊണ്ട് 0 ആണ്. സോ ഈ ടേം 0 ആണ്. ഇനി ഗാമ ഓൾറെഡി N ഗാമ 0 ആയതുകൊണ്ട് എന്ത് വരും? ഇതും നമുക്ക് എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. നമുക്ക് ആകെ എന്ന് മാത്രമേ ഉള്ളൂ? പ്യുവർലി കോഹസീവ് ആകുമ്പോഴത്തേക്ക് CNC എന്ന് പറയുന്ന ടേം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് സർഫസിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് CNC ആണ്. വേറെ കോഹഷന്റെ വാല്യൂ നമുക്ക് സിക്ക് പകരം CU എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ CU ഇൻറ്റു NC. ഇനി NC എന്താണെന്ന് അറിയാം. സോ NC ഇസ് ഈക്വൽ ടു 2 വാല്യൂ ഉണ്ട് NCക്ക്. നമുക്ക് ഓപ്ഷൻ അനുസരിച്ച് എടുക്കാം. ഏത് മെത്തേഡാണെന്ന് പറഞ്ഞിട്ടില്ല. NCക്ക് വാല്യൂ നമുക്ക് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ 5.7ഉം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാല്യൂ ഏതാണ് പഠിച്ചിട്ടുള്ളത്? 5.14 പഠിച്ചിട്ടുണ്ട്. ഇത് 2 വാല്യൂസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ പ്രകാരം എടുക്കണമെങ്കിൽ C ഇൻറ്റു NCയുടെ വാല്യൂ 5.14 എന്ന് എടുക്കണം. അതായത് 5.14 ഇൻറ്റു CU. ഇതാണ് നമ്മുടെ ബെയറിംഗ് കപ്പാസിറ്റി, അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി. ഇത്രയും നമുക്ക് അറിയാം. പക്ഷെ ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ പൈ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 അല്ലേ. അപ്പൊ ഈ പൈ എന്നുള്ള ടേംസിലേക്ക് ഇത് മാറ്റണം. സോ 3.14ന്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? 5.14. 5.7 ഇവിടെ എടുക്കാത്തതിന്റെ കാര്യം തന്നെ 5.14ഉം 3.14ഉം പൈയുടെ ടേംസിലാണ് എല്ലാ ഓപ്ഷനും തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 3.14 പ്ലസ് 2 എന്ന് എഴുതാം. അപ്പൊ 5.14 ആയി. 3.14 അഗെയിൻ എന്താണ്? പൈ ആണ്. സോ പൈ പ്ലസ് 2 ഇൻറ്റു CU. ഇതാണ് നമ്മുടെ ആൻസർ വരാം. ഓപ്ഷൻ ഡി. ഒന്നുകൂടെ പറയാം, ഇവിടെ നമുക്ക് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്, ഗ്രൗണ്ട് സർഫസ് ആണ്, പ്യുവർ ക്ലേ ബെഡ് ആണ്, അൺട്രെയിൻഡ് കോഹഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഫൂട്ടിംഗ് ആണ് കണ്ടുപിടിക്കുന്നത്. അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഏത് ഫോമുല വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്? CNC പ്ലസ് QNQ പ്ലസ് 0.5 ഗാമ BN ഗാമ. അപ്പൊ ഇത് പ്യുവർലി ക്ലേ ബെഡ് ആയതുകൊണ്ട് NQന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. N ഗാമയുടെ വാല്യൂ 0 ആണ്. N ഗാമയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ഈ ടേം അങ്ങ് എന്തായി മാറും? 0 ആയി മാറും. NQന്റെ വാല്യൂ 1 ആണ്. ദാറ്റ് ഇസ് Q ഇൻറ്റു 1. Q ഇസ് ഈക്വൽ ടു എന്താണ്? ഗാമ ഇൻറ്റു DF ആണ്. സർഫസിലായതുകൊണ്ട് DFന്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ ദിസ് ടേം ഓൾസോ 0 ആയി മാറും. സോ QU ഇസ് ഈക്വൽ ടു എന്ത് വന്നു? C ഇൻറ്റു NC.
സിന്റെ വാല്യൂ നമ്മൾ CU ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ NCയുടെ വാല്യൂ 5.7 അറിയാം, 5.14 അറിയാം. 5.14 3.14 ആയിട്ട് കണക്റ്റഡ് ആണ്. 3.14 is പൈ. നമുക്ക് ഓപ്ഷനിലെല്ലാം പൈ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 5.14 into CU എന്ന് എടുക്കാം. അപ്പം 3.14 പ്ലസ് 2 ചെയ്താൽ എന്തായി? 5.14 ആയി. അതായത് 3.14 എന്ന് പറഞ്ഞാൽ പൈ ആണ്. പൈ പ്ലസ് 2 is equal to C. ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി വരും. നല്ലൊരു ചോദ്യമാണ്, ഇത് നോട്ട് ചെയ്ത് വെക്കണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം നോക്കാം. An elastic bar of length L, uniform cross section A, coefficient of thermal expansion alpha and Young's modulus E is fixed at 2 end. ഒരു ഇലാസ്റ്റിക് ബാർ ഉണ്ട്, ലെങ്ത്, ഏരിയ, ആൽഫ, ഇ ഒക്കെ തന്നിട്ടുണ്ട്. അത് രണ്ടെണ്ണം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. The temperature of the bar is increased by T ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്തു. റിസൾട്ടിങ് ആൻ ആക്സിയൽ സ്ട്രെസ് സിഗ്മ. അത് കാരണം നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് സിഗ്മയാണ്. Keeping all other parameters unchanged, the length of the bar is doubled, the axial stress will be. നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും അതുപോലെ നിൽക്കുവാണ്. നമുക്ക് എന്ത് മാത്രം കൂടുന്നു? ലെങ്ത് മാത്രം കൂടുന്നുണ്ടെങ്കിൽ what is the axial stress? എളുപ്പമുള്ള ചോദ്യമാണിത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ അവിടെ എന്ത് മാത്രമേ വരത്തുള്ളൂ? തെർമൽ സ്ട്രെസ് മാത്രമേ വരൂ. മെക്കാനിക്കൽ സ്ട്രെസ്സിന് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ. സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ആൽഫ ഡെൽറ്റ ടി. ഇതാണ് ഇക്വേഷൻ. ഇവിടെ ഡെൽറ്റ ടിക്ക് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ അല്ലെ. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ബൈ T ഡിഗ്രി സെൽഷ്യസ്. T ഡിഗ്രി സെൽഷ്യസ് മാറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ട്രെസ് എന്താണ്? സിഗ്മയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ പാരാമീറ്റേഴ്സ് അതുപോലെ നിൽക്കുവാണെങ്കിൽ ലെങ്ത് മാത്രം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മാറോ? ബിക്കോസ് ലെങ്ത് ഒന്നും വരുന്നില്ല തെർമൽ സ്ട്രെസ്സിൽ. സോ വാട്ട് വിൽ ബി ദ സ്ട്രെസ്? ഒന്നും മാറത്തില്ല, സിഗ്മ തന്നെ ആയിരിക്കും. കാര്യം ലെങ്ത്തിനൊന്നും അഫക്ട് ചെയ്യില്ല, ലെങ്ത്തിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറേ അല്ല തെർമൽ സ്ട്രെസ്. ആകെ ആൽഫേനെയും ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെയും ഈനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഓപ്ഷൻ എ സിഗ്മ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. The laboratory test on a soil sample yield the following result. Natural moisture content 18%, liquid limit 60%, plastic limit 25%, percentage of clay size fraction 25%, the liquidity index and activity as per the expression proposed by Chem 10 of the soil respectively are. ഒന്നുമില്ല, ഇവിടെ വലുതായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇൻ ഷോർട്ട് നമുക്ക് ലിക്വിഡിറ്റി ഇൻഡെക്സും ആക്ടിവിറ്റിയും കണ്ടുപിടിക്കണം. ഫോർമുല ഡയറക്ട്ലി ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്ന. So what is liquidity index? Natural moisture content minus plasticity index divided by IP. ഇതാണ് ഇക്വേഷൻ അല്ലേ. നാച്ചുറൽ മോയ്സ്ചർ കണ്ടന്റ് എത്രയാണ്? നമുക്ക് 18%. 18 മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് 25 ഡിവൈഡഡ് ബൈ IP. IP എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റിന്റെ വാല്യൂ 60 മൈനസ് 25. സോ യു വിൽ ഗെറ്റ് IL. ILന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി IL കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് ആക്ടിവിറ്റി അല്ലേ. ആക്ടിവിറ്റി അല്ലാതെ തന്നെ കണ്ടുപിടിക്കാം. IP ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ക്ലേ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ IPയുടെ വാല്യൂ എത്രയാണ്? നമുക്കിവിടെ IPയുടെ വാല്യൂ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. ദാറ്റ് ഇസ് 60 മൈനസ് 25 ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ക്ലേ ഫ്രാക്ഷൻ എത്രയാണ്? 25 ആണ്. സോ കാൽക്കുലേറ്റ് ചെയ്ത് പറയൂ. ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് പെർസെൻറ്റേജിലാക്കി പറയാം കേട്ടോ.
അതായത് ഇപ്പം ഞാൻ 18 എഴുതിയത് 0.18 മൈനസ് 0.25 ഡിവൈഡ് ബൈ 0.6 മൈനസ് 0.25 എന്ന് എടുത്തും ചെയ്യാം. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബെറ്റർ അല്ലേ? അത് പെർസെൻറ്റേജിലേക്ക് എടുക്കാം. 0.18 മൈനസ് 0.25 ഡിവൈഡഡ് ബൈ 0.6 മൈനസ് 0.25. നെഗറ്റീവ് വരും, -0.2 എന്ന് വരും, ബിക്കോസ് ഓപ്ഷൻ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ആൻഡ് 1.4 വരും ഇത് ചെയ്യുമ്പോൾ. ഓപ്ഷൻ ഇ. Option A is the correct answer. അടുത്ത ചോദ്യം നോക്കാം. Consider two axially loaded columns, namely 1 and 2, made of linear elastic materials with Young's modulus 2 into 10⁵ megapascal. Two axially loaded column ഉണ്ട്, 1 ഉം 2 ഉം. അതിനകത്ത് Young's modulus 2 into 10⁵ ആണ്. Square cross section with side 10 mm and length 1 meter. Side 10 mm, length 1 meter ആണ്. For column 1, one end is fixed and the other end is free. Column 1ന്റെ പ്രത്യേകത ഒരു എൻഡ് ഫിക്സഡും അടുത്ത എൻഡ് ഫ്രീയുമാണ്. സോ ഫിക്സഡ് ഫ്രീ ആണ് നമ്മുടെ കണ്ടീഷൻ. ഫിക്സഡ് ഫ്രീ. ഓക്കെ, അപ്പം നമ്മൾ എൽ എഫക്റ്റീവ് കണ്ടുപിടിക്കുക ഇതിൽ നിന്ന് തന്നെ അല്ലേ? എൽ എഫക്റ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 L വരുമ്പോഴത്തേക്ക് റൂട്ട്, അപ്പോൾ 2 into L വരും. ഓക്കെ, ഇനി അടുത്തത് കോളം 2, വൺ എൻഡ് ഇസ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഇസ് ഫ്രീ, അല്ല സോറി പിൻഡ്. ഒരു എൻഡ് ഫിക്സഡും അടുത്ത എൻഡ് ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിൻഡും ആണ്. സോ നമുക്ക് എന്ത് വരും ആൻസർ? L/√2. ക്യാപിറ്റൽ അല്ല കേട്ടോ, എൽ എഫക്റ്റീവ്. ഇപ്പൊ 2 കേസിലും നമ്മൾ എൽ എഫക്റ്റീവ് കണ്ടുപിടിച്ചു. ബേസ്ഡ് ഓൺ ഓയിലേഴ്സ് തിയറി, ദ റേഷ്യോ ഓഫ് ബക്ലിംഗ് ലോഡ് ഓഫ് കോളം ടു ദാറ്റ് ഓഫ് കോളം 2 ടു ദാറ്റ് ഓഫ് കോളം 1. കോളം 2ന്റെയും കോളം 1ന്റെയും ബക്ലിംഗ് ലോഡിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഇസ് കോളം 1 ആൻഡ് ദിസ് ഇസ് കോളം 2. ബക്ലിംഗ് ലോഡ്, ക്രിപ്ലിംഗ് ലോഡ് എന്നൊക്കെ പറയും. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? For column 1, pi square EI divided by L effective the whole square. ഇതാണ് ഇക്വേഷൻ അല്ലേ? രണ്ടാമത്തെ കേസിൽ ക്രിപ്ലിംഗ് ലോഡ് ഫോർ കോളം 2 is equal to എന്ത് തന്നെയാണ്? pi square EI divided by L effective square. അപ്പോൾ L effective മാത്രമാണ് ഇവിടെ മാറുന്നത് അല്ലേ? ഫസ്റ്റ് കേസിൽ L effective എന്താവും? 2L the whole square, അതായത് 4L square ഇറന്ന് വരും. സെക്കൻഡ് കേസിൽ L/√2, അപ്പം ന്യൂമറേറ്ററിലാണ് 2 വരും. അത് വേണേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അപ്പോൾ PCR1 ക്രിപ്ലിംഗ് ലോഡ് ഫോർ 1 എന്താ വരിക? pi square EI ഡിവൈഡഡ് ബൈ 4L square. സെക്കൻഡ് കേസ് എടുക്കുമ്പോൾ എന്ത് വരും? ക്രിപ്ലിംഗ് ലോഡ് ഫോർ 2 pi square EI ഡിവൈഡഡ് ബൈ L/√2 the whole square വരും. അപ്പോൾ എന്ത് വരും? √2 മുകളിൽ പോയി ഹോൾ സ്ക്വയർ എടുത്ത 2/L square. ഓക്കെ, നമുക്ക് 2ന്റെയും 1ന്റെയും റേഷ്യോ ആണ് വേണ്ടത്. ദാറ്റ് ഈസ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ക്രിപ്ലിംഗ് ലോഡ് ഓഫ് സെക്കൻഡ് കോളം ടു ദാറ്റ് ഓഫ് ക്രിപ്ലിംഗ് ലോഡ് ഓഫ് ഫസ്റ്റ് കോളം. ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് കോളത്തിന്റെ വാല്യൂ 2 pi square EI by L square. മറ്റേത് സോറി L square divided by 4L square divided. ഇപ്പം ആൻസർ എന്ത് വരും? ആൻസർ 4 into 2 8 എന്ന് വരും അല്ലേ? ബൈ pi square EI. ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി, ഒരു 4ഉം 2ഉം മാത്രം വരും. സോ റേഷ്യോ എന്ത് വരും? 8. ഇതിന് ഓപ്ഷൻ ഇല്ല, ഓപ്ഷൻ ഇല്ലാതെ തന്നെ ടൈപ്പ് ചെയ്ത ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ ഇട്ടതാണ് ഞാൻ അതിനകത്ത് എടുത്ത്. അപ്പോൾ ആൻസർ എന്ത് വരും? 8 വരും. ഓപ്ഷൻസ് വേണേൽ ചോദിക്കാം, 4, 2 അല്ലെങ്കിൽ 1/8, 1:8 എന്നൊക്കെ പറഞ്ഞ് തരാം, അല്ലെ 8:1 എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻ തരാം. ഇവിടെ ആൻസർ എന്താണ് വരിക? 8 ആണ് വരിക. ഒന്നുമില്ല, വേറൊരു കണ്ടീഷനും മാറുന്നില്ല. എഫക്റ്റീവ് ലെങ്ത്തിന്റെ കേസ് അറിയാം. അതായത് നമുക്ക് എൻഡ് കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് കോളത്തിന്റെ എഫക്റ്റീവ് ലെങ്ത്തിന് ചേഞ്ച് വരും. എങ്ങനെയാണ് മാറുന്നതെന്നൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഓർത്ത് വെക്കാന്നുള്ളത്. അപ്പോൾ അതൊക്കെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇത് ആൻസർ എഴുതാൻ പറ്റും. സോ ആൻസർ ഇസ് 8.
അടുത്ത ചോദ്യം, ക്ലേ മിനറൽ ഹൂ സ്ട്രക്ചറൽ യൂണിറ്റ്സ് ആർ ഹെൽഡ് ടുഗെദർ ബൈ പൊട്ടാസ്യം ബോണ്ടസ്. പൊട്ടാസ്യം ബോണ്ടിന്റെ സഹായത്തോടു കൂടി സ്ട്രക്ചറൽ യൂണിറ്റ്സിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ക്ലേ മിനറൽ ഏതാണ്? ഹെലോസൈറ്റ്, ഇല്ലൈറ്റ്, കായോളിനൈറ്റ്, സ്മെക്ടൈറ്റ്. കയോളിനൈറ്റ് എന്തായാലും വരത്തില്ല, ബിക്കോസ് കയോളിനൈറ്റ് ഏത് ബോണ്ടാണ് വരിക? ഹൈഡ്രജൻ ബോണ്ടാണ് വരിക അല്ലെ, H2ന്റെ ബോണ്ടാണ് വരിക. ഇല്ലൈറ്റ് ആണ് ആൻസർ കേട്ടോ. ഇല്ലൈറ്റിനകത്ത് പൊട്ടാസ്യം ബോണ്ട് മാത്രമല്ല, അത് അയണിക് ബോണ്ടും കൂടിയാണ്. അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Next question, a vertical load of 10 kilonewton hacked on a hinge located at a distance of L by 4 from the roller support Q of the beam of length L. ഒരു ഫിഗർ ഉണ്ട്, ആ ഫിഗറിനകത്ത് നമുക്കൊരു ബീം ആണുള്ളത്. ആ ബീമിൽ ക്യൂവിൽ ഒരു റോളർ സപ്പോർട്ട് ആണ്. അവിടെ നിന്ന് L/4 ഡിസ്റ്റൻസ് മാറി ഒരു ഹിഞ്ച് ഉണ്ട്. ആ ഹിഞ്ചിൽ ഒരു 10 kilonewton ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ the vertical support at Q is. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വെർട്ടിക്കൽ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ ഇവിടെ. ഈ വെർട്ടിക്കൽ സപ്പോർട്ടിലുള്ള റിയാക്ഷൻ RQ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് ദിസ് വാല്യൂ? നിങ്ങൾക്ക് ഹിഞ്ചിന് അബൌട്ട് മൊമെന്റ് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഹിഞ്ചിന് അബൌട്ട് മൊമെന്റ് എടുക്കുവാണെങ്കിൽ എന്ത് വരും? എൻ്റെ ഡിസ്റ്റൻസ് RQ ഇൻറ്റു L/4 അല്ലേ. റൈറ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യണം, ഇസ് ഈക്വൽ ടു 0. സോ ആർക്കിന്റെ വാല്യൂ എന്ത് വരും? ഓപ്ഷൻ എ 0. സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ 0. ജസ്റ്റ് ബിക്കോസ് ഹിഞ്ചിൽ മൊമെന്റ് അബൌട്ട് ഹിഞ്ച് എടുക്കുവാണ് ഞാനിവിടെ കേട്ടോ. ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവിടുത്തെ വെർട്ടിക്കൽ റിയാക്ഷൻ എടുത്ത് അങ്ങനെ കണ്ടുപിടിച്ചൊക്കെ ചെയ്യണം. അപ്പൊ ഇത് റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ ആൻസർ ഓപ്ഷൻ എ 0. അടുത്ത ചോദ്യം നോക്കാം. Which one of the following statement is not correct? When the water content of the soil lies between its liquid limit and plastic limit, the soil is said to be in plastic stage. ലിക്വിഡ് ലിമിറ്റിനും പ്ലാസ്റ്റിക് ലിമിറ്റിനും ഇടയ്ക്കാണെങ്കിൽ എന്താണ്? പ്ലാസ്റ്റിക് സ്റ്റേജ് അല്ലേ. ബൗസിനെക്സ് തിയറി is used for the analysis of stratified soil. Inclination of stable slope in coarse soil can be greater than its angle of internal friction. Okay, stable ആകുമ്പോൾ ഇൻക്ലിനേഷൻ കൂടുതലായിരിക്കും. For saturated dense fine sand, after applying overburden correction, if the SPT value exceeds 15, dialectancy correction is to be applied. അതും കറക്റ്റ് ആണ്. ഇത് ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബൗസിനെക്സ് തിയറി അല്ല നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സ്ട്രാറ്റിഫൈഡ് സോയിലിന് അല്ലേ, വെസ്റ്റ്ഗാർഡ് തിയറിയാണ്. സോ ബൗസിനെക്സ് തിയറി ഇസ് യൂസ് ഫോർ ദ അനാലിസിസ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സോയിൽ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് ഇസ് ഡിറ്റർമിൻഡ് യൂസിംഗ് ലെ-ഷാറ്റ്ലിയസ് അപ്പാരറ്റസ്, ബ്രിക്വെറ്റ് ടെസ്റ്റിംഗ് അപ്പാരറ്റസ്, വിക്കാറ്റ്സ് അപ്പാരറ്റസ്, കസഗ്രാൻഡസ് അപ്പാരറ്റസ്. ഇതിൽ ഏത് ഉപയോഗിച്ചാണ് നമ്മൾ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ എന്താണ്? ലെ-ഷാറ്റ്ലിയസ് അപ്പാരറ്റസ് ആണ്. ലെ-ഷാറ്റ്ലിയസ് അപ്പാരറ്റസ് വെച്ച് നമ്മൾ സൗണ്ട്നെസ് ആണ് കണ്ടുപിടിക്കുന്നത്. ബ്രിക്വെറ്റ് ടെസ്റ്റിംഗ് അപ്പാരറ്റസ് വെച്ച് ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കും. വിക്കാറ്റ്സ് അപ്പാരറ്റസ് വെച്ചിട്ടാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും കണ്ടുപിടിക്കുന്നത്. അതിനകത്തുള്ള നമ്മുടെ ആ ഒരു പ്ലഞ്ചർ, നമ്മുടെ ഒരു നീഡിലോ അല്ലെങ്കിൽ പ്ലഞ്ചറോ ഒക്കെ വെച്ച് നമ്മൾ അറ്റാച്ച്മെന്റ് മാറ്റി കൊടുത്തിട്ട് ഏത് അറ്റാച്ച്മെന്റ് ആണോ വെക്കുന്നത് അത് വെച്ചിട്ടാണ് ടെസ്റ്റുകൾ മൂന്നും കണ്ടക്ട് ചെയ്യുന്നത്. ലെ-ഷാറ്റ്ലിയസ് അപ്പാരറ്റസ് ആണെങ്കിൽ സൗണ്ട്നെസ് വെച്ചിട്ടാണ് നമ്മൾ സൗണ്ട്നെസ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ യുവർ ആൻസർ ഇസ് what Vickers apparatus. അടുത്ത ചോദ്യം, a flow net below a dam consists of 24 equipotential drops and 7 flow channels. The difference between upstream and downstream water level is 6 meters. The length of the flow line adjacent to the top of the dam at exit is 1 meter. The specific gravity and void ratio of the soil below the dam are 2.7 and 0.7 respectively. The factor of safety against piping is. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൈപ്പിന് ഇങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി?
റീവർക്കിങ്ങിന്. യെസ്, ഐ ക്രിട്ടിക്കൽ ഡിവൈഡഡ് ബൈ ഐ എക്സിറ്റ്. ഇതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലേ. പിന്നെ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഐ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഐ ഇസ് ഈക്വൽ ടു ജി മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. ജിയുടെ വാല്യൂ എത്രയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് 2.7. ഏകദേശം 1 തന്നെ ഇത് ചെയ്യത്തുള്ളൂ. 1 പ്ലസ് 0.7. അപ്പൊ എത്ര വരും? 1 വരും. ഓക്കെ, ഇനി നമുക്ക് അത് ഐ ക്രിട്ടിക്കലായി. ഇനി ഐ എക്സിറ്റ് കണ്ടുപിടിക്കണം. ഇത് രണ്ടിന്റെ റേഷ്യോ ഉണ്ടെങ്കിലേ മാത്രമല്ലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടും. അപ്പൊ ഐ എക്സിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഐ എക്സിറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡെൽറ്റ എച്ച് ബൈ എൽ സാധാരണ ചെയ്യുന്ന പോലെ. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എത്രയാണ് ഇവിടെ നമുക്ക് വരിക? ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് 24 ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ ഉണ്ട് അല്ലേ നമുക്ക്. അതുപോലെ തന്നെ 7 ഫ്ലോ ചാനൽസ് 24 ഇക്വിപൊട്ടൻഷ്യൽ ഡ്രോപ്സ് ഉണ്ട്, 7 ഫ്ലോ ചാനൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറൻസ് ഇൻ ലെവൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ഇവിടെ 6 മീറ്റർ ആണ്. സോ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ലെവൽ 6 ഡിവൈഡഡ് ബൈ 24 ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് നമുക്ക് 24 ഡിവൈഡ് ബൈ 1. ലെങ്ത് ഓഫ് ഫ്ലോ ലൈൻ നമുക്ക് എത്രയാണ്? 1 മീറ്റർ ആണ്. സോ 1. സോ 6 by 24 1 by 4. സോ യു വിൽ ഗെറ്റ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇസ് ഈക്വൽ ടു ഐ ക്രിട്ടിക്കലിന്റെ വാല്യൂ എത്ര കിട്ടി? 1 കിട്ടി, ഡിവൈഡഡ് ബൈ ഐ എക്സിറ്റ് 1 by 4. സോ 1 ഡിവൈഡ് ബൈ 1 by 4. സോ യുവർ ആൻസർ ഓപ്ഷൻ ബി 4 ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. നെക്സ്റ്റ് ചോദ്യം നോക്കാം. A 3 meter high vertical earth retaining wall retains a dry granular backfill with angle of internal friction of 30 degree. 3 മീറ്റർ ഹൈറ്റ് ഉള്ള വെർട്ടിക്കൽ എർത്ത് റീറ്റൈനിങ് വാൾ ആണ്. അതിനകത്ത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. യൂണിറ്റ് വെയിറ്റ് 20 ആണ്. The wall is prevented from yielding, no movement. The total horizontal thrust on the wall is. നമുക്ക് വാൾ മൂവ്മെന്റ് പ്രിവെന്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമുക്ക് മൂവ്മെന്റ് ഇല്ല, ഈൽഡിങ്ങും ഇല്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ടോട്ടൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അതായത് നമുക്ക് ഇവിടെ റെസ്റ്റ് ആണ്, എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട്? ഹാഫ് ഇൻറ്റു കെ നോട്ട് ഗാമ എച്ച് സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. കെ നോട്ട് കണ്ടുപിടിക്കണം. കെ നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം 1 മൈനസ് സൈൻ 5, 1 മൈനസ് സൈൻ 30, 1 by 2, 1 by 2. Okay, so half into 1 by 2 into ഗാമയുടെ വാല്യൂ എത്രയാണ്? 20, height 9. 450, 45 അല്ലേ? ഓപ്ഷൻ സി 45. ചോദ്യം ചോദിക്കാം, ഒന്നുമില്ല, പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. വി നോ ദാറ്റ് ഇറ്റ് ഇസ് അണ്ടർ റെസ്റ്റ് അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ള ചോദ്യമാണ് കേട്ടോ. 2 rigid bodies of mass 5 kg and 4 kg rest on a frictionless surface acted upon by a force of 36 Newton as shown in figure. 2 വെയിറ്റ് മാസ് ഉണ്ട്, 5ഉം 4ഉം. അതിനകത്ത് 36 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദ കോണ്ടാക്ട് ഫോഴ്സ് ജനറേറ്റഡ് ബിറ്റ്വീൻ ദ 2 സർഫസ്. ഈ സർഫസിന്റെ ഇടയ്ക്കുള്ള കോണ്ടാക്ട് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ 36 ന്യൂട്ടൺ ആണ് ഇതിന്റെ പുറത്ത് വരുന്ന ഫോഴ്സ്. അപ്പൊ നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം F is equal to m into a. എഫിന്റെ വാല്യൂ എത്രയാണ്? 36 ന്യൂട്ടൺ ആണ്. മാസ് ഇവിടെ രണ്ടിന്റെയും കൂടെ ടോട്ടൽ ആണ് എടുക്കേണ്ടത്. ബിക്കോസ് ഇത് രണ്ടിനെയും കൂടാണ് 36 എന്ന് പറയുന്ന ന്യൂട്ടൺ ഫോഴ്സ് വെച്ച് തള്ളി കൊടുക്കുന്നത്. അപ്പൊ സോ 9 into a. സോ a is equal to 4 meter per second square കിട്ടും. ഓക്കെ, ആക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്
കോണ്ടാക്ട് ഫോഴ്സ് അല്ലേ, കോണ്ടാക്ട് ഫോഴ്സ് അല്ലെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിന്നുള്ള കോണ്ടാക്ട് ഫോഴ്സ് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം കേട്ടോ. സർഫസ് ഈക്വൽ ടു എന്ത് വരും, എം ഇൻറ്റു എ. സെയിം ആക്സലറേഷൻ തന്നെ ആയിരിക്കും ഓരോ ഇൻഡിവിജ്വൽ എടുക്കുമ്പോൾ. 4 ഇൻറ്റു ആക്സലറേഷൻ എത്രയാണ്, ദാറ്റ് ഇസ് 16 ന്യൂട്ടൺ. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം നോക്കാം. A column of height h with a rectangular cross section of size a by 2a has a buckling load of p. ഒരു കോളം ഉണ്ട്, അതിന്റെ ഹൈറ്റ് h ആണ്, അതിന്റെ സൈസ് a by 2a ആണ്, ബക്ലിംഗ് ലോഡ് p ആണ്. If the cross section is changed to 0.5a by 3a and its height is changed to 1.5 h, the buckling load for the redesigned column is. അതായത് കോളത്തിന്റെ സൈസ് മാറ്റി ഹൈറ്റും മാറ്റി, അങ്ങനെയാണെങ്കിൽ ബക്ലിംഗ് ലോഡിന് എന്ത് ചേഞ്ച് വരും? ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ഓയിലേഴ്സ് ഫോമിൽ എടുത്ത് ചെയ്താൽ മതി. എൽ സ്ക്വയർ അല്ലേ, പൈ സ്ക്വയർ ഇൻറ്റു ഇ ഇൻറ്റു അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഐക്ക് നമുക്ക് സൈസ് തന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ സൈസ്? 2a by a, ദാറ്റ് ഇസ് 2a ഇൻറ്റു a ക്യൂബ് ഡിവൈഡഡ് ബൈ എൽ. എന്താണ് എല്ലിന് പകരം h സ്ക്വയർ. ഇനി പി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ സ്ക്വയർ ഇ ഇൻറ്റു 3a into 0.5a the whole cube divided by 1.5h the whole square by 12 ഉണ്ട്. സോറി, ഇവിടെ 12 ഉണ്ട്, ഇവിടെ ഉണ്ട്. b ക്യൂബ് ബൈ പി ഡി ക്യൂബ് ബൈ 12 അല്ലേ, ക്യാൻസൽ ചെയ്ത് പോകുന്നത് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. റീഡിസൈൻ ടു ഒറിജിനൽ പി ഡാഷ് ബൈ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ഇ 3a into 0.5a the whole cube divided by 12 into 1.5h the whole square into 12 into h square divided by pi square e ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും into 2a into a cube. Three a into 0.5 the whole cube p dash is equal to p by 12 എന്ന് കേട്ടോ ആൻസർ. ഓപ്ഷൻ എ. ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക whether you are getting p by 12. അടുത്ത ചോദ്യം നോക്കാം. width of a square footing and the diameter of a circular footing are equal. സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ വിഡ്ത്തും നമ്മുടെ സർക്കുലർ ഫൂട്ടിങ്ങിന്റെ ഡയമീറ്റർ ഈക്വൽ ആണ്. ബോത്ത് ദ ഫൂട്ടിങ്സ് ആർ പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് സാൻഡി സോയിൽ. സർഫസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് മനസ്സിലാക്കുക, DF 0 ആണ്. ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സർക്കുലർ ഫൂട്ടിംഗ് ടു ദാറ്റ് ഓഫ് സ്ക്വയർ ഫൂട്ടിംഗ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ DF ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ടേം പോകും, പിന്നെ അവസാനത്തെ ടേം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ടേം ഒക്കെ സെയിം ആണ്. 0.4 ഗാമ BN ഗാമയാണ് സ്ക്വയർ ഫൂട്ടിങ്. സർക്കിൾ ആണെങ്കിൽ എന്ത് വരും, അത് 0.4 മാറ്റി 0.3 ഗാമ BN ഗാമ. ഇത് രണ്ടിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമുക്ക് റേഷ്യോ ഓഫ് സർക്കുലർ ടു ദാറ്റ് ഓഫ് സ്ക്വയർ. അപ്പോൾ 0.3/3/4 എന്ന് വരും. 0.3/0.4, സോ 3/4 ഓപ്ഷൻ സി.
അടുത്തത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു ചോദ്യമാണ്. സിലിണ്ടർ ഓഫ് റേഡിയസ് 250 mm, ഒരു സിലിണ്ടർ ഉണ്ട്, ഇതായി കാണിച്ചിരിക്കുന്നതാണ് സിലിണ്ടർ, റേഡിയസ് 250 mm ആൻഡ് വെയിറ്റ് W is equal to 10 kilonewton is rolled up an obstacle of height 50 mm by applying horizontal force P at its center as shown in figure. ഇതുപോലെ നമ്മളൊരു P ഫോഴ്സ് സെന്ററിലൂടെ കൊടുത്ത് ഇതിനെ റോള് ചെയ്യിച്ച് ഈ ഒരു ഒബ്സ്റ്റക്കിളിന് പുറത്തൂടെ കൊണ്ടുവരികയാണ്. ഓക്കെ, ഓൾ ദ ഇന്റർഫേസ് ആർ അസ്യൂംഡ് ഫ്രിക്ഷൻലെസ്, എല്ലാ ഇന്റർഫേസും ഈ പറയുന്ന ഇവിടെ എല്ലാം ഫ്രിക്ഷൻലെസ് ആണ്. ദെൻ മിനിമം വാല്യൂ ഓഫ് പി, പിയുടെ മിനിമം വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം സോ ഇത് കുറച്ചൊരു കാൽക്കുലേഷൻ ഉണ്ട്. ബിഫോർ ദാറ്റ് നമുക്ക് ഈ ഒരു സിലിണ്ടർ ഇങ്ങനെ വലുതാക്കി വരയ്ക്കാം. ഇതിന്റെ സെന്റർ ഉണ്ട്, ഈ സെന്ററിന്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിന്റെ ഹൈറ്റ് നമുക്ക് 50 mm ആണ് തന്നിട്ടുണ്ടേ. സോ ദിസ് ഇസ് ദ സെന്റർ, ഇതാണ് സെന്റർ, സെന്ററിന് റേഡിയസ് ഇങ്ങനെയുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ സെന്ററിലൂടെ നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് ആ ലോഡ് എന്നുള്ളതാണ്, മാക്സിമം ലോഡ് എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതാണ് നമ്മുടെ സെന്റർ എന്ന് വിചാരിക്കുക. ആൻഡ് ദിസ്, ഈ ഒരു ടച്ച് ചെയ്യുന്ന പോയിന്റ്, ഇവിടുത്തെ പോയിന്റ് ഞാൻ എ ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് അഗെയിൻ ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ്, ഈ പോയിന്റ് ഐ എം മാർക്കിംഗ് ഇറ്റ് അറ്റ് ബി. ഇതാണ് ബി എന്ന് വിചാരിക്കാം. ഓക്കെ, ബിയുടെ അവിടെയാണ് നമ്മുടെ കട്ട ഇരിക്കുന്നത്, അവിടെ നിന്നാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് അഗെയിൻ ഈ ഒരു ബ്ലോക്ക് ഇരിക്കുന്ന അവിടുത്തെ ഈ ഡെപ്ത് സി, and this is the center. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ വരിക. ആൻഡ് അഗെയിൻ യു ഹാവ് ടു അപ്ലൈ ലോഡ് ലൈക്ക് ദിസ്, പി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കണം ആദ്യമേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഐ എം ടേക്കിംഗ് ദി സ്മോൾ ട്രയാങ്കിൾ ഒ സി ബി എടുക്കുവാണ്. ട്രയാങ്കിൾ ഒ സി ബി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന ഫിഗർ ഒ സി ബി എന്ന് പറയുന്ന എടുക്കുകയാണ്. സോ ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് സി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമ്മൾ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സി ബി ഇസ് ഈക്വൽ ടു, ആദ്യം നമുക്ക് എന്താണ് സിലിണ്ടർ സി ബി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, ഈ ട്രയാങ്കിളിൽ താഴത്തെ ഡിസ്റ്റൻസ് ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒ ബി എന്ന് പറയുന്ന റേഡിയസ് അറിയാം, എത്രയാണ് 250 സ്ക്വയർ. അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ √250 സ്ക്വയർ മൈനസ്, പിന്നെ ഏതാണ് നമുക്കുള്ളത്, പിന്നെ നമുക്കുള്ളത് ഈ 250യിൽ നിന്ന് ഇത് ഈ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ട്രയാങ്കിൾ ഒ സി ബി എടുത്തു കഴിഞ്ഞാൽ സി ബി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ആൻഡ് ദിസ് ഇസ് ഒ സി ആൻഡ് ദിസ് ഇസ് ഒ ബി. ഞാൻ ആ ട്രയാങ്കിൾ ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ചു തരാം. ഒ സി ബി, ഇതിൽ ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് റേഡിയസ്, ഫുള്ളി റേഡിയസ് പോകും. അതാണ് 250 എടുത്ത ഹൈപ്പോട്ടന്യൂസ് ആയിട്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, സി ബി എന്ന് പറയുന്നത് ഈ ബേസ് ആണ്. ഇനി ഒ സി അറിയണം. ഒ സി എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഡിസ്റ്റൻസ് ആണ്, ഈ ചെറിയ ഡിസ്റ്റൻസ് ആണ്. മൊത്തം റേഡിയസ് എത്രയാണ്, 250 ആണ്. ഈ 250 നിന്ന് ഈ 50ന്റെ കട്ട കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും, 200 സ്ക്വയർ. ഇതാണ് സി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. സോ 250 മൈനസ്, അപ്പോൾ നമുക്ക് 150 mm സി ബി കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇനി ഞാൻ ഇങ്ങനെ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ലോഡ് ഇങ്ങനെ കൊടുക്കുവാണ്. സോ പി ഇൻറ്റു ഒ സി. ഒ സി എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മുടെ ഒ സി, ദിസ് ഇസ് ഒ ആൻഡ് സി. ഇതാണ് നമ്മൾ വെർട്ടിക്കൽ മൊമെന്റ് എടുക്കുകയാണ്. ഇസ് ഈക്വൽ ടു, പിന്നെന്താ നമുക്കുള്ള ലോഡ് ഡബ്ല്യു ഉണ്ട്, മൊമെന്റ് അബൌട്ട് പോയിന്റ് എടുക്കുവാണ്. ഡബ്ല്യു ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര വരെ, ബി സി അല്ലേ. ഓക്കെ, this is C, BC. W ഇങ്ങനെയല്ലേ ആക്ട് ചെയ്യുന്നത്, താഴേക്ക്, ഇതാണ് W, BC. ഈ പോയിന്റിനാണ് മൊമെന്റ് എടുക്കുന്നത്. ഈ സി എന്ന് പറയുന്ന പോയിന്റ് മൊമെന്റ് എടുക്കും, സോറി ബി എന്ന് പറയുന്നത് ഈ പോയിന്റാണ് മൊമെന്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാം, ഇത് അറിയാമെങ്കിൽ ഇനി പി ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി ഇൻറ്റു ഒ സിയുടെ വാല്യൂ എത്രയാണ്, ഒ സി ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, ഒ സി ഇസ് 200 ഇസ് ഈക്വൽ ടു വെയിറ്റ് എത്രയാണ് നമുക്ക് 10 kN ആണ്. 10 ഇൻറ്റു ബി സിയുടെ ഡിസ്റ്റൻസ് അല്ലെ സി ബി, നമുക്ക് 150 എന്ന് കിട്ടി. അപ്പോൾ പി ഇസ് ഈക്വൽ ടു എന്ത് വരും, 100 ഇൻറ്റു 10 ഇൻറ്റു 150 ഡിവൈഡ് ബൈ 200. സോ 7.5 kN എന്നിട്ട് ഒന്നുമില്ല ഇവിടെ, ജസ്റ്റ് ഈ ട്രയാങ്കിൾ സോൾവ് ചെയ്തെടുക്കുക. ഈ ട്രയാങ്കിൾ ഒ സി ബി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അതിന് ശേഷം ഈ ബി എന്ന് പറയുന്ന പോയിന്റ് മൊമെന്റ് എടുക്കുകയാണ്. മൊമെന്റ് അബൌട്ട് ബി മാത്രമേ ചെയ്തിട്ടുള്ളൂ.
Next question. A plate in equilibrium is subjected to uniform stresses along the edges with maximum sigma x 30, sigma y 50 as shown in figure. The Young's modulus is 2 into 10 raised to 11 Newton per mm square and Poisson's ratio is 0.3. If sigma c is negligibly small and assumed to be 0, then strain epsilon zz is equal to. അപ്പം നമുക്ക് ഇവിടെ സിഗ്മ എക്സ് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 30. അതുപോലെ തന്നെ സിഗ്മ വൈ വൈന്റെ വാല്യൂ എത്രയാണ്? 50 ആണ്. സിഗ്മ സി സി നമുക്കിവിടെ നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, 0 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. Therefore strain, വോളിമെട്രിക് സ്ട്രെയിനിന്റെ ഇക്വേഷൻ ആണ് z ഡയറക്ഷനിലായതുകൊണ്ട് സിഗ്മ സി മാത്രമാണ് ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ എക്സ് ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ വൈ ബൈ ഇ. ഇത് 0 ആണ്, ബിക്കോസ് സിഗ്മ സി ഇവിടെ എന്താണ്? 0 ആണ്. ഇനി മ്യൂവിന്റെ വാല്യൂ എത്രയാണ് ഇവിടെ? 0.3 മൈനസ് 0.3 ഇൻറ്റു സിഗ്മ വൈ വൈ അല്ലേ എക്സ് എക്സ്, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് മ്യൂ ബൈ ഇ അങ്ങ് പുറത്തെടുക്കാമേ, എന്നിട്ട് കാൽക്കുലേഷനിലേക്ക് വരാം. സോ മൈനസ് മ്യൂ ബൈ ഇ അങ്ങ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൈനസ് മൊത്തത്തിൽ എടുക്കുകയാണ്. അപ്പം എന്ത് വരും നമുക്ക്? സിഗ്മ വൈ വൈ ദാറ്റ് ഈസ് മൈനസ് 0.3 ഡിവൈഡഡ് ബൈ ഇയുടെ വാല്യൂ എത്രയാണ്? 2 into 10 raised to 11. Sigma xx 30 plus 80. 80 into 3, 2. 240 by 2, 120. Minus 120 into 10 raised to minus 6. Minus 11 ഇവിടെ താഴെ ഉണ്ട്, അതാണ് 10 raised to minus 6 ആയിട്ട് വരും. വോളിമെട്രിക് സ്ട്രെയിനിന്റെ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അടുത്ത ചോദ്യം, a cantilever beam of length 2 meter with a square section of side 0.1 meter is loaded vertically at the free end. ഒരു cantilever beam ഉണ്ട്, അതിന്റെ താഴെ ലോഡ് ചെയ്തിട്ടുണ്ട്. The vertical displacement at the free end is 5 mm. A beam is made up of steel with Young's modulus 2 into 10 raised to 11 Newton per meter square. The maximum bending stress of the cantilever. Cantileverന്റെ bending stress ആണ് കണ്ടുപിടിക്കേണ്ടത്. So bending equation അങ്ങ് എഴുതാം, m by I is equal to sigma by y. Bending stress സിഗ്മ ആണ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാക്സിമം vertical displacement at the free end, അതായത് നമുക്ക് PL cube divided by 3EI മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത്, അത് 5 mm ആണ് തന്നിട്ടുണ്ട്. സോ ലോഡ് അറിയത്തില്ല, ഫ്രം ദാറ്റ് യു ക്യാൻ കാൽക്കുലേറ്റ് ലോഡ്. എൽ എത്രയാണ്? 2 cube divided by 3EI. ഇയുടെയും ഐയുടെ ഒക്കെ വാല്യൂ ഈ കണ്ടുപിടിക്കാനായിട്ട് ഈ നമുക്ക് തന്നിട്ടുണ്ട് 2 into 10. അപ്പോൾ സോ 5 into 3 into ഇയുടെ വാല്യൂ 2 into 10 raised to 11 into ഐയുടെ വാല്യൂ ബി ഡി ക്യൂബ് ബൈ 12 ആണല്ലോ. സൈഡ് എത്രയാണ്? 0.1 ആണ്. സോ 0.1 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ഡിവൈഡ് ഇൻറ്റു 8. ഇതാണ് പിയുടെ വാല്യൂ വരിക. സോ സോൾവ് ഫോർ പി. പിയുടെ വാല്യൂ ഐ തിങ്ക് 3125 എന്ന് വരും. പിയുടെ വാല്യൂ ന്യൂട്ടൺ. പി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മൊമെന്റ്. ഇത് പി ഇൻറ്റു 2 അല്ലെങ്കിൽ പി ഇൻറ്റു എൽ ആണ് മൊമെന്റ്. അപ്പം എം ഇസ് ഈക്വൽ ടു 3125 ഇൻറ്റു 2. ദാറ്റ് ഈസ് എത്ര വരും? 6250. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, ഐയുടെ വാല്യൂ ഒക്കെ അറിയാം. സോ 6250 എം ബൈ ഐ 6250 divided by I. Six 250 divided by I. ഐക്ക് വീണ്ടും നമുക്ക് ബി ഡി ക്യൂ ബൈ 12 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ വൈ. വൈയുടെ വാല്യൂ 0.1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഹിയർ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ആൻസേഴ്സ് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 20, 37.5,
60, 75. ആൻസർ 37.5 മെഗാപാസ്കൽ ആണ് വരിക. ഓക്കെ, നമുക്കതാണ് വരിക. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് അടുത്ത നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ RRB JE Tier 2 ക്ലാസ്സസ് നമുക്ക് എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ LSTD AE ലോങ് ടേം ബാച്ചസും നമുക്ക് നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ LSTD AEയുടെ എക്സ്ക്ലൂസീവായിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ ലിങ്കും നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോറി. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വെബിനാർ അറ്റൻഡേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ഓഫർ ഉണ്ട്. സോ ആ ഓഫർ ഗ്രാബ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ബാക്കി നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ സ്ക്രോൾ ചെയ്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി റിഗാർഡിംഗ് ദ കോഴ്സസ്. പിന്നെ ലിങ്കുകൾ കമൻസിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഓൾ.